ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ആ ദുരന്തം ഏവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവനാണ് ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ, ഉയരപാത നിർമ്മിക്കുന്നതിനിടെ അവരുടെ അശ്രദ്ധ മൂലം, ദേശീയപാത അതോറിറ്റിയുടെയും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അശ്രദ്ധ മൂലം ഗർഡർ വീണ് ആലപ്പുഴയിലെ ആ മനുഷ്യനുണ്ടായിട്ടുള്ള ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. അതൊരു അനാസ്ഥയുടെ ഇരയെന്ന് തന്നെ നമുക്ക് പറയാം. പുലർച്ചെ 2:30 ഈ അപകടം ഉണ്ടായത്. ഈ വാഹനം വെട്ടിമുറിച്ചാണ് ആ മൃതദേഹം പുറത്തേക്ക് എടുത്തത്. ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് അപകട കാരണമെന്നാണ് കരാർ കമ്പനിയായ അശോക ബിൽകോണിന്റെ വിശദീകരണം. പക്ഷേ ഈ കൃത്യമായ മുൻകരുതലുകൾ എടുക്കാതെ തുടരുന്ന ഇത്തരം പണികൾ തുടർ അപകടങ്ങൾക്ക് ഇടയാക്കുന്നു എന്ന വലിയ ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ മനുഷ്യനാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വാഹന നിയന്ത്രണം ഏർപ്പെടുത്തുകയോ മുൻകരുതൽ നൽകുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു അപകടമാണ്. പക്ഷേ അതൊന്നും മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ദേശീയപാത അതോറിറ്റി, അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി, അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ മരിച്ച രാജേഷ്. എന്തായാലും വലിയ അനാസ്ഥയുടെ ഇരയായി ഒരു കുടുംബത്തിന്റെ അത്താണി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉയർന്നത്. രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പക്ഷേ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകനും +1 പഠിക്കുന്ന ഒരു മകളുമുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്, അച്ഛനും അമ്മയും കൂടി ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് രാജേഷ് നോക്കിയിരുന്നത്. രാജേഷിന്റെ ഏക വരുമാനമാണ് ആ കുടുംബത്തിനുള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇതുവരെ ഒരു അധികാരികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ജീവിത സാഹചര്യം ഒരുക്കണം, നഷ്ടപരിഹാരം കിട്ടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബന്ധുക്കൾ ആ മൃതദേഹം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ ഒരേ രാഷ്ട്രീയത്തിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. ഞങ്ങൾ ഒരേ യൂണിയനിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇത് ഇങ്ങനെ സംഭവിച്ചത് മറ്റൊരു കുടുംബത്തിന് നാളെ ഉണ്ടാവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് അർഹമായ കോമ്പൻസേഷൻ വേണം. എന്നെന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആളിന്, രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ആണും ഒരു പെൺകുട്ടിയുമാണുള്ളത്. അതിനകത്തൊരു കുട്ടി എന്ന് പറയുന്നത് ജന്മനാ തന്നെ ഡയബറ്റിക് പേഷ്യൻ്റാണ്. ആ കുടുംബം മുമ്പോട്ട് പോകുന്നത് തന്നെ ഈ രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ വരുമാനം കൊണ്ടാണ്. പിന്നെ അവരുടെ മാതാപിതാക്കൾ, രാജേഷിന്റെ പ്രായമായ 2 മാതാപിതാക്കൾ, ഇവർക്കെല്ലാം അർഹമായ കോമ്പൻസേഷൻ കിട്ടുകയും വേണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇനി ഇങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കില്ല എന്ന്, ഒരു കുടുംബവും അനാഥമാകില്ല എന്നുള്ള ഒരു അഷുറൻസും ഞങ്ങൾക്ക് കിട്ടണം. ഈ 2 ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ ബന്ധപ്പെടുന്നവരോട് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവരായിട്ടും ഞങ്ങളുടെ കൗതുകരവും സങ്കടകരവുമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ആരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. സംസ്ഥാന സർക്കാർ ലെവലിൽ നിന്നാണേലും പിന്നെ അതല്ലേ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണേലും ആരും ഞങ്ങൾ ഇതുവരെയായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. എന്തൊരവസ്ഥയാണ് എന്ന് നോക്കൂ. ഒരു മനുഷ്യൻ, ജോലിക്ക് പോയ മനുഷ്യനാണ്, മുട്ട കയറ്റിയ വണ്ടിയായിരുന്നു അത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജോലിക്ക് പോയ മനുഷ്യൻ പിന്നീട് വീടണഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് കിട്ടിയത്. അതും അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഒരു അധികാരികളും തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് അവർ പറയുകയാണ്. പുലർച്ചെ 2:30 സംഭവമാണ്. അവർക്ക് നഷ്ടപരിഹാരം വേണം എന്ന ഒരു വലിയ ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതൊരു വലിയ ആവശ്യമല്ല, സ്വാഭാവികമായും ചെയ്യേണ്ടുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് അത് സംബന്ധിച്ച് ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ അരൂരിലുണ്ടായ സംഭവം അനാസ്ഥയുടെ ഇരയാണ് ആ മനുഷ്യൻ എന്നതാണ് MP കൂടിയായ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. യാതൊരു മുൻകരുതലും സ്വീകരിക്കാതെയാണ് അവിടെ പണികൾ നടന്നത്. അവരാണ് അതിന് ഉത്തരവാദികൾ എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. 40-ലധികം പേരുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 40-ലധികം പേരുകളാണ്
ഈ അരൂർ തുറൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നത്. മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ സമീപനം മാറ്റണം, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിക്ക്, ദേശീയപാത അതോറിറ്റിക്ക് ഒക്കെ MP എന്ന നിലയിൽ നേരിട്ട് നിവേദനം കൊടുത്തതാണ്. രണ്ട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും. ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇനിയും എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ മരണങ്ങളോ അപകടം ഉണ്ടായി ചർച്ച ചെയ്യും. ഈ പ്രശ്നം വളരെ ഗൌരവമുള്ളതാണെന്നും ഇതിൽ ദേശീയപാത അതോറിറ്റിക്ക് കത്തയച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞത്. എന്തായാലും സംഭവത്തിൽ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് ജീവനക്കാർക്കും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർക്കുമെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 105-ാം വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ നരഹത്യ ചുമത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പുകളായതുകൊണ്ട് തന്നെ പ്രതികൾ റിമാൻഡിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും തുടങ്ങിയ വിവരങ്ങളാണ് വരുന്നത്. കരാർ കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ള ഈ വീഴ്ചകൾ എന്താണ് എന്നത് ഈ FIR-ൽ അക്കമിട്ട് പറയുന്നുണ്ട്. ഇവിടെ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തണമായിരുന്നു, മുന്നറിയിപ്പ് ബോർഡ് വെക്കണമായിരുന്നു. മാത്രവുമല്ല ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി വേണമായിരുന്നു ഇത് ചെയ്യാൻ. ഇതെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. പക്ഷേ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളോ ട്രാഫിക് നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്താതെ ഇവിടെ ഗർഡർ കയറ്റുകയായിരുന്നു. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതിന്റെ ഈ അനാസ്ഥയുടെ ചിത്രം ആ FIR വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ അനാസ്ഥയ്ക്ക് ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അവർക്കിനി എന്ത് കൊടുത്താലും ആ നഷ്ടം നികത്തപ്പെടില്ല. പക്ഷേ അതിനുശേഷവും അവർക്ക് ഒരാശ്വാസമോ സഹായമോ ഉറപ്പ് നൽകാൻ അധികൃതർ മടിച്ചു നിൽക്കുന്നതിന്റെ കാഴ്ച കൂടി അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവരുടെ നഷ്ടം നികത്തുക എന്നത് സാധ്യമല്ല. അവരെ ആ വിഷമത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ, അവർക്ക് മുന്നോട്ട് പോകാൻ ഉള്ള സഹായം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ പ്രതിഷേധിക്കേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ, ഈ വലിയ നഷ്ടത്തിന്റെ അവസ്ഥയിൽ അവർക്ക് അതിനുവേണ്ടി പ്രതിഷേധിക്കേണ്ടി വരുന്ന, മൃതദേഹം ഏറ്റുവാങ്ങാതെ പ്രതിഷേധിക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നത് തന്നെ ഒരു പാപമാണ്. എന്തായാലും ആ പ്രശ്നം വളരെ വേഗം പരിഹരിക്കപ്പെടട്ടെ എന്ന് കരുതാം. ഇനിയെങ്കിലും ഈ ജീവന് വില കൽപ്പിക്കാതെയുള്ള വികസനം ആവശ്യമാണ് എന്ന് പറയുമ്പോഴും അതിങ്ങനെയാണോ നടത്തേണ്ടത് എന്ന ചോദ്യം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും ചോദിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ, പകരം സംവിധാനങ്ങൾ ഒരുക്കാതെ, ഇപ്പോൾ സർവീസ് റോഡ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഈ ഒഴിവാക്കാമായിരുന്ന പ്രശ്നമാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും ജാഗ്രത ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം.